ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് യൂറോപ്യന്മാരുടെ വരവാണ്. പേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണിത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ എത്തിയ ആദ്യ യൂറോപ്യർ പോർച്ചുഗീസുകാരാണ്. രണ്ടാമത്തത്, 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതിനെ തുടർന്നാണ് യൂറോപ്യർ പുതിയൊരു കടൽമാർഗം അന്വേഷിച്ചത്. ഈ രണ്ട് ക്വസ്റ്റ്യൻസും ശരിയാണ്. അതായത് യൂറോപ്യന്മാർ കടൽമാർഗം ഇന്ത്യയിലേക്ക് എത്തിയത് 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചതിനെ തുടർന്നാണ്. അതുപോലെ തന്നെ കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യർ പോർച്ചുഗീസുകാരാണ്. എന്നാൽ ഇന്ത്യയിൽ എത്തിയ ആദ്യ വിദേശികൾ അറബികളാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ കണ്ടെത്താനുള്ള പ്രധാന ലക്ഷ്യം സുഗന്ധവ്യഞ്ജനമായിരുന്നു. ഇന്ത്യ കണ്ടെത്താനുള്ള പ്രധാന ലക്ഷ്യം മതപ്രചരണമാണ്. ഇതിൽ ഒന്ന് മാത്രമാണ് ശരി. അതായത് ഇന്ത്യ കണ്ടെത്താനുള്ള പ്രധാന ലക്ഷ്യം അവരുടെ സുഗന്ധവ്യഞ്ജന വ്യാപാരമായിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി എത്തിയ വിദേശികൾ അറബികളാണ്. രണ്ടാമത്തത്, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ പോർച്ചുഗീസുകാരാണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അതായത് ഇന്ത്യയിൽ ആദ്യമായി എത്തിയ വിദേശികൾ അറബികളാണ്, എന്നാൽ കടൽമാർഗം ആദ്യമായി എത്തിയത് പോർച്ചുഗീസുകാരാണ്. അതായത് നമുക്കിതിൻ്റെ ഒരു ക്രമം നോക്കാം. ആദ്യമായി എത്തിയത് പോർച്ചുഗീസുകാർ, രണ്ടാമത്തത് ഡച്ചുകാർ, മൂന്നാമത്തത് ബ്രിട്ടീഷുകാർ, നാലാമത്തത് ഫ്രഞ്ചുകാർ. ഇതിലൊരു കോഡുണ്ട്, പോഡ ബീഫെ. അതുപോലെ ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ വിദേശ ശക്തികളാണ് ഡച്ചുകാർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ പള്ളി സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അതായത് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യനാണ് വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമ 1497 ലിസ്ബണിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. അദ്ദേഹത്തെ അയച്ചത് മാനുവൽ ഒന്നാണ്. വാസ്കോഡ ഗാമ ആദ്യമായിട്ട് കേരളത്തിലെത്തിയത് 1498 മെയ് 20 അദ്ദേഹം വന്നിറങ്ങിയത് കോഴിക്കോട് ചെമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ്. അദ്ദേഹം സഞ്ചരിച്ചത് 3 കപ്പലുകളാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വന്നത്. അദ്ദേഹം സഞ്ചരിച്ചത് സെൻറ്റ് ഗബ്രിയേലിലാണ്. മറ്റ് 2 കപ്പലുകളുടെ പേരാണ് സെൻറ്റ് റാഫേൽ, സെൻറ്റ് ബെറിയോ. അദ്ദേഹം കോഴിക്കോട് വന്നിറങ്ങിയ സമയത്ത് ഭരണാധികാരി കോഴിക്കോട് സമൂതിരിയാണ്. എന്നാൽ അദ്ദേഹത്തെ കച്ചവടം ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തില്ല. അതുപോലെ തന്നെ വാസ്കോഡ ഗാമയോടൊപ്പം കേരളത്തിലെത്തിയ ഒരു പോർച്ചുഗീസ് നാവികനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് അൽവാരോ വെൻഹോവ്. വാസ്കോഡ ഗാമ ആദ്യമായിട്ട് കേരളത്തിലെത്തിയത് 1498 മെയ് 20 നമുക്കറിയാം. അതുപോലെ അദ്ദേഹം രണ്ടാമതായിട്ട് വന്നത് 1502 അതുപോലെ വാസ്കോഡ ഗാമ അവസാനമായും, അതായത് പോർച്ചുഗീസ് വൈസ്രോയിയായും മൂന്നാമതായിട്ടും എത്തിയത് 1524 വാസ്കോഡ ഗാമ മരിച്ചത് 1524 ഡിസംബർ 24 അദ്ദേഹത്തെ അടക്കം ചെയ്തത് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് കൊച്ചിയിലാണ്. പിന്നീട് അത് ജെറോനിമസ് കത്രീഡൽ ലിസ്ബണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. 1539 അങ്ങനെ കൊണ്ടുപോയി. ക്വസ്റ്റ്യൻ 5, ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യം പുറത്താക്കപ്പെട്ട യൂറോപ്യൻ ശക്തി ഡച്ചുകാരാണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എത്തിയത് പോർച്ചുഗീസുകാരനായ വാസ്കോഡ ഗാമയാണ്. 1498 മെയ് 20 കേരളത്തിൽ വന്ന് ഇറങ്ങിയത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ആദ്യം പുറത്താക്കപ്പെട്ട യൂറോപ്യൻ ശക്തി ഡച്ചുകാരാണ്. അവർ രണ്ടാമതായിട്ടാണ് ഇന്ത്യയിലെത്തിയത്. അതായത് നമ്മൾ നേരത്തെ അതിൻ്റെ ഒരു ക്രമം പഠിച്ചായിരുന്നല്ലോ. ആദ്യം പോർച്ചുഗീസുകാർ, രണ്ടാമത് ഡച്ചുകാർ, മൂന്നാമത് ബ്രിട്ടീഷുകാർ, നാലാമത് ഫ്രഞ്ചുകാർ. അടുത്ത പ്രസ്താവന, വാസ്കോഡ ഗാമയുടെ ആദ്യ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം 3 കപ്പലുകൾ ഉണ്ടായിരുന്നു. വാസ്കോഡ ഗാമ അന്തരിച്ചത് കൊച്ചിയിൽ വെച്ചാണ്. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. വാസ്കോഡ ഗാമ ആദ്യ യാത്രയിൽ സഞ്ചരിച്ച കപ്പലാണ് സെൻറ്റ് ഗബ്രിയേൽ. മറ്റ് 2 കപ്പലിൻ്റെ പേരാണ് സെൻറ്റ് റാഫേലും സെൻറ്റ് ബെറിയോയും. വാസ്കോഡ ഗാമ അന്തരിച്ചത് കൊച്ചിയിൽ വെച്ചാണ്. 1524 ഡിസംബർ 24 കൊച്ചിയിൽ വെച്ച് അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തത് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് കൊച്ചിയിലാണ്. പിന്നീട് അത്
പോർച്ചുഗലിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അത് അടക്കം ചെയ്തത് ജെറോനിമസ് കത്തീഡ്രലിൽ വെച്ചാണ്. 1539 അത് ലിസ്ബണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. അടുത്ത പ്രസ്താവന, വെള്ളക്കാർ എന്നറിയപ്പെട്ടത് ബ്രിട്ടീഷുകാരാണ്, യവനർ എന്നറിയപ്പെട്ടത് ഗ്രീക്കുകാരാണ്. ഈ രണ്ട് പ്രസ്താവനയും ശരിയാണ്. പറങ്കികൾ എന്നറിയപ്പെട്ടത് പോർച്ചുഗീസുകാരും പരന്ത്രീസുകൾ എന്നറിയപ്പെട്ടത് ഫ്രഞ്ചുകാരുമാണ്. ലഡാക്കർ എന്ന് ഡച്ചുകാരും അറിയപ്പെട്ടു. വെള്ളക്കാർ എന്ന് ബ്രിട്ടീഷുകാർ അറിയപ്പെട്ടു. യവനർ എന്ന് ഗ്രീക്കുകാരും ഷിമക്കർ എന്ന് ഇംഗ്ലീഷുകാരും അറിയപ്പെട്ടു. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡഗാമയാണ്. വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിയത് 1498 മെയ് 20 ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. അടുത്തത്, വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ വഴികാട്ടിയത് ഇബ്നു ബത്തൂത്തയാണ്. രണ്ടാമത്തത്, വാസ്കോഡഗാമ കാപ്പാട് കടപ്പുറത്താണ് എത്തിയത്. ഇതിൽ രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത് മാനുവൽ ഒന്നാമനാണ്.